നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാടമുട്ട ഫ്രൈ ആണ്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതിന് വേണ്ടത് കാടമുട്ട, വലിയ ഉള്ളി ചോപ്പ് ചെയ്തത്, തക്കാളി, മുളക് പൊടി, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിച്ചപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ആദ്യം നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കണം. അതിനായി പാനിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതിലേക്ക് കാടമുട്ട ഇട്ട് കൊടുക്കുക. അത് നന്നായി വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാടമുട്ട നന്നായി തിളച്ച് വരുന്നുണ്ട്. അത് കാടമുട്ട വെന്ത് ഇനി നമുക്കത് ഇറക്കി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് അതിനെ തണുക്കാൻ വയ്ക്കുക. തണുത്ത മുട്ട തോല് പൊളിച്ച് എടുക്കാം. മുട്ട മുഴുവൻ നമ്മൾ തോല് പൊളിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതൊന്ന് നന്നായി വഴറ്റുക. അത് ഒരു മാതിരി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ അത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതാണ്. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി ചേർത്ത് ഒന്ന് വഴറ്റുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറി കിട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഒരു സിമ്പിളായിട്ടുള്ള ഫ്രൈ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് മല്ലിച്ചപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരുമാതിരി നന്നായിട്ട് തന്നെ ഇളക്കി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാടമുട്ട ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് അതിൽ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. മസാല മുട്ടയിലേക്ക് പിടിക്കുന്നത് വരെ നമ്മൾ നന്നായിട്ട് അതിനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം മുട്ട റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമുക്ക് വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. മുട്ട എല്ലാം പാകത്തിനായിട്ടുണ്ട്. മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതോടെ നമ്മൾ കാടമുട്ട റെഡി ആയിട്ടുണ്ട്. ഇത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ്.